ഹായ് ഫ്രണ്ട്സ്, പ്ലാൻപോൾ.pyയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല. അതിന് ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇന്ന് ഒരു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സംശയങ്ങളും കുറേ പ്രോബ്ലംസും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വീഡിയോസ് കവർ ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ എന്താ പറയുക പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതും അഗ്ലോണിമ പിടിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. റൂട്ടിംഗ് ഹോർമോൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ല മഴയാണ്. ഒച്ച് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വന്ന് ഒച്ചിൻ്റെയൊക്കെ ശല്യം ഹൈ ആയിട്ടിരിക്കുന്ന ടൈമാണ്. പിന്നെ എനിക്കിവിടെ എൻ്റെ നഴ്സറിയിൽ ഒച്ചിൻ്റെ ശല്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നെയിൽ കില്ല് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പെല്ലറ്റ്, വയലറ്റ് കളറിൽ ഒരു പെല്ലറ്റാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് എല്ലാത്തിനും ഇട്ടുകൊണ്ടിരുന്നത്. അത് ബേസിക്കലി ഒരു ബെയ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അത് കെമിക്കൽ യൂസ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ മെറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റിക് കെമിക്കലാണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ മെറ്റാൽഡിഹൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷം ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് നമ്മുടെ മണ്ണിനെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യാതെ വേറെ രീതിയിൽ നമുക്ക് ഈ ഒച്ചുകളെ നമുക്ക് വെയിറ്റ് തന്നെ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ സ്നെയിൽ കില്ല് വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വേണ്ടത് വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കടലപ്പിണ്ണാക്ക്. ഓക്കെ, കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കുമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നീം കേക്ക് എടുക്കുക. ഇതേപോലെ ഒന്ന് ചെറിയ നനവോട് കൂടി എടുക്കുക കേട്ടോ. പിന്നെ ഇത് എല്ലാവർക്കും അറിയാം, വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് നമ്മൾ ആക്ച്വലി ഒരു ബെയ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇര ഇടുക, അതായത് ഈ മീനിനൊക്കെ നമ്മൾ ഇര ഇടുന്ന പോലെ ഇര ഇടുക. ഇതിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടാണ് ഒച്ചുകൾ ഇതിനോട് അട്രാക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാക്കുക. ഇതൊന്നും നനച്ച് ഒത്തിരി വെള്ളമാക്കി കഴിഞ്ഞാൽ ഉണക്കാനായിട്ടൊക്കെ പാടായിരിക്കും. ഒത്തിരി നനയ്ക്കണ്ട, ചെറിയ രീതിയിലൊരു നനവ്, അല്ലെ എപ്പോഴും ഒരു പിടുത്തം കിട്ടുന്ന ഒരു പശിമ കിട്ടുന്ന അത്രയും തന്നെ നനവ് മതി. പിന്നെ നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം. ഞാൻ സാധാരണ ഇവിടെ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ബിയർ ആണ് മേടിച്ച് മിക്സ് ചെയ്യൽ. ഒരു ബോട്ടിൽ ബിയർ മേടിച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇത്രയും ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇത്രയും ഏരിയയിലേക്ക് കവർ ചെയ്യാനായിട്ട് ലാർജ് ക്വാണ്ടിറ്റി വേണം. അപ്പോൾ അതിനുണ്ടാക്കുമ്പോഴത്തേക്കും ഒരു കുപ്പി ബിയർ മേടിച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ബിയർ കേട്ടോ, ഏറ്റവും ലോ ക്ലാസ് അല്ലെങ്കിൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള ബിയർ മേടിച്ചാലും കുഴപ്പമില്ല. ബിയർ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് ഈ ഒച്ചുകൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. ഈ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതായിട്ട് തീറ്റയ്ക്ക് ഈ പറഞ്ഞ പോലെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്യുന്നു. പിന്നെ സ്മെല്ല് കിട്ടാനായിട്ട്, കൂടുതൽ സ്മെല്ല് കിട്ടാനായിട്ട് ബിയർ ചേർക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ നനച്ച് ഒന്ന് കുതിർത്തെടുക്കണം. അതായത് ഈ പിണ്ണാക്ക് പൊടിഞ്ഞ് നല്ല നൈസ് പൊടിയായിട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബായി അത് കുഴക്കട്ടെ, അത് ആ ഒരു പരിവാകട്ടെ. പരിവായി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒച്ചിനെ കൊല്ലത്തക്ക വിധത്തിലായിട്ടുള്ളതൊന്നും തന്നെ ഇല്ല. അത് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒച്ചിനെ കൊല്ലുന്നതായിട്ട് വല്ലതും ഉണ്ടോ? ഒച്ചിന് തീറ്റ ഇട്ട് കൊടുക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ കാണുന്ന ഫെറിക് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഇത് കേട്ടോ. ഇത് നോക്കിക്കോ, നൈസ് കെമിക്കൽസിൻ്റെ പ്രൊഡക്റ്റാണ്, ലബോറട്ടറി റിയേജൻ്റ് ആണ്. ഇത് വിഷമൊന്നുമല്ല, ജസ്റ്റ് ഒരു സോൾട്ടാണ്. പരീക്ഷണം ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്ന സാധനമാണ്. ഓക്കെ, ഫെറിക് ഫോസ്ഫേറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണ്. 548 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രസന്റ് റേറ്റ്. ഇതിൻ്റെ എന്തോ 800 സംതിങ് ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്, ഈ ഒരു 250 ഗ്രാമോ 1 കിലോത്തിൻ്റെ എന്തോ ഒരു കുപ്പിക്ക്. അപ്പോൾ ഞാനിത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് തന്നെയാണ് ഞാൻ മേടിക്കാറ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് തിന്നാനോ അത് ഇതാക്കാനോ ഒന്നും അല്ലല്ലോ, നമുക്ക് കൊച്ചിന് കൊടുക്കാനല്ലേ. ഇപ്പോൾ ഈ സോൾട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും ഒരു നനവ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ കാര്യമായിട്ട് സീൽ ചെയ്ത ബോട്ടിലാണ്, വലിയ കാര്യമായിട്ട് ഒരു ഡാമേജും ഉണ്ടായിട്ടുണ്ടാവില്ല. ചെറിയ രീതിയിൽ ഈ എക്സ്പയറി കഴിഞ്ഞതോ അല്ലെങ്കിൽ കഴിയാറായതോ ഒക്കെ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ വില കുറഞ്ഞ സാധനം മേടിച്ചാൽ മതി. ഓക്കെ, പുതിയത് തന്നെ അല്ലെ കൂടിയ വിലയുടെ. ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലേ, ഈ ഒരു 548 രൂപ വന്നേക്കണത് എനിക്ക് 400 രൂപ വന്നിട്ടുള്ളൂ. കാരണം ഇത് എക്സ്പയറി കഴിഞ്ഞതായതുകൊണ്ട് എൻ്റെ ആവശ്യം ഞാൻ ആ ലബോറട്ടറി കെമിക്കൽസിൻ്റെ ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ എനിക്ക് എക്സ്പയറി കഴിഞ്ഞതേ ഉള്ളൂ, ഇവിടെ വേറെ പുതിയ സ്റ്റോക്ക് ഇല്ല, അപ്പോൾ ഇത് മാറ്റി കൊടുക്കാനാണ് നിങ്ങളുടെ ആവശ്യമായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ റേറ്റ് കുറച്ച് തരാം. അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് ബോട്ടിൽസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 ബോട്ടിൽസ് ഒന്നിച്ച് മേടിച്ചായിരുന്നു, കാരണം എനിക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്.
അപ്പോൾ ഇത് മേടിക്കുക. ഓക്കെ, ഇത് മേടിച്ചിട്ട് ബാക്കി ഒരു കുഴച്ച് അവിടെ അത്യാവശ്യം കുഴച്ച് ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ കുഴച്ച് അതായത് പുളിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ, കാരണം ഇതായിട്ട്. പിന്നെ ഇത്രയും നിങ്ങൾക്ക് കുഴയ്ക്കാനോ ഇതാക്കാനോ പറ്റില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിൻ്റെ ആവശ്യത്തിന് ബിയറും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കാര്യം റെഡി, സംഭവം റെഡി കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കാൻ വേണമെങ്കിൽ നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ഇവിടെ ഈ മിക്സിയും ഇപ്പോൾ ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മിക്സിയിൽ അരയ്ക്കാനും പിടിക്കാനും നിന്നില്ല. അമ്മ തന്നെ ഓടിക്കും. ഈ കുറച്ച് സാധനം കൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മിക്സി എടുത്തു കഴിഞ്ഞാൽ വഴക്ക് പറയും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇരുന്നച്ച സാധനം ആയതുകൊണ്ട് ഇപ്പോൾ സാധാരണ പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെയാണ് ഉടനെ പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ബിയർ ഇട്ട് മിക്സ് ചെയ്യാം, അതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ വെള്ളമാണ് എടുത്തേക്കണത്. ഓക്കെ, ഇങ്ങനെ മിക്സ് ചെയ്ത് അത്യാവശ്യം ഒരു ഉണ്ട പിടിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഈ ഒരു പരുവത്തിന് നമുക്ക് ഉണ്ട പിടിക്കാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിൽ, മനസ്സിലായോ? ഒത്തിരി കട്ടിയുമല്ല ഒത്തിരി ഇതും അല്ലാത്ത രീതിയിൽ ഉണ്ട പിടിക്കാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിലേക്ക് ആക്കി എടുക്കുക. മാക്സിമം ഈ പറഞ്ഞ പോലെ കല്ലും കട്ടയും ഒന്നും ഇല്ലാതെ കിട്ടത്തക്ക വിധത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. മാക്സിമം കുഴച്ചെടുക്കാം. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം 800 രൂപ റേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര വിലയാണ്. അതിനും ഭേദം ഞാൻ ഇത് മേടിച്ച് സ്നെയിൽ കില്ലിനെ മേടിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു കുപ്പി മേടിച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കൊരു 10 കിലോയിലേക്ക് മിക്സ് ചെയ്യാനുള്ള 10 കിലോ എന്ന് പറഞ്ഞാൽ 5 കിലോ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, 5 കിലോ വേപ്പിൻ പിണ്ണാക്ക് 5 കിലോ എടുക്കാറില്ല, 3 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 7 കിലോ കടലപ്പിണ്ണാക്ക്. ഓക്കെ, കടലപ്പിണ്ണാക്ക് എടുത്തിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു 10 കിലോ ക്വാണ്ടിറ്റിക്ക് ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട ഒത്തിരി ക്വാണ്ടിറ്റി ചേർക്കൊന്നും വേണ്ട, കുറേശ്ശെ ചേർത്താൽ മതി. ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഉണ്ട പിടിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ പരുവം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടല്ല ആക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് കുറേശ്ശെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു അടപ്പും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഉസ്കാ ഹിസാബ് സേ ഉസ്കാ ഹിസാബ് സേ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഇത് ഏകദേശം ഒരു 1/2 കിലോത്തോളം ഉണ്ട്. ഇപ്പോൾ അതിനെടുത്തേക്കണ ക്വാണ്ടിറ്റി നോക്കിക്കോ. ബസ് ഇത്രയും പൊടിയാണ്, കെമിക്കലാണ് എടുത്തേക്കണത്. ഓക്കെ, ഇത്രയും എടുത്തു. ഇത്തിരി കുറച്ച് സ്ട്രോങ് ആണ്, ഇത്രയും വേണ്ട, പക്ഷെ എന്നാലും എടുക്കണേ, അത്രേ ഉള്ളൂ. ഒന്ന് കളറാവണ്ടേ. ഓക്കെ, എന്നിട്ട് ഇത് ഒന്നുകൂടി അങ്ങോട്ട് കുഴച്ച് ചേർക്കുക നല്ല പോലെ. ഇതേപോലെ നല്ലപോലെ ചേർക്കുക. പിന്നെ ഈ ഫെറിക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഗുണം എന്താണെന്നറിയാമോ? ഇപ്പൊ നമ്മള് സ്നെയിൽ കില്ല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വിഷമാണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. ഒരു പർപ്പിൾ കളറിൽ വരുന്നത് വിഷമാണ്. അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മണ്ണ് ഇതാകുന്നു, നശിക്കുന്നു. വെള്ളം അടുത്ത കിണറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്തൊക്കെ വെള്ളത്തിലേക്ക് വിഷം ചെറിയ തോതിൽ മെറ്റാൽഡിഹൈഡ് ആവുന്നു. പിന്നെ അതോടൊപ്പം നിങ്ങളുടെ ആരോഗ്യം കുറഞ്ഞു വരുന്നു. അതായത് നിങ്ങൾ സ്ലോ പോയിസൺ കുടിക്കുന്നത് പോലെ ആയി പോകും. അത് ഉള്ള വെള്ളം, മെറ്റാൽഡിഹൈഡ് ഉള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, മെറ്റാൽഡിഹൈഡ് ഉള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിലേക്ക് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു മെറ്റാലിറ്റിയുള്ള കണ്ടന്റ് ഉള്ള സാധനം ഉപയോഗിക്കാതിരിക്കുക. ഇതും കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒച്ച് ഏതും ആയിക്കോട്ടെ, ഒച്ചുകളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കെമിക്കലാണ് ആ ഫെറിക് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവന് വേറെ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുവൻ. അതായത് ഇവൻ വയറുവേദന എടുത്ത്, നമ്മൾ ഇത് പറയുകയാണെങ്കിൽ വയറുവേദന എടുത്ത് ഒന്നും കഴിക്കാൻ പറ്റാതെ അതിന്റെ നെർവസ് സിസ്റ്റത്തിനെയും ഡൈജസ്റ്റ് സിസ്റ്റത്തിനെയും ബാധിച്ച് സാവധാനം അത് ഡെഡായി പോകും. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് ഒരു സോൾട്ട് ആയതുകൊണ്ട് തന്നെ ഒന്നിനെയും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇടിയപ്പത്തിന്റെ അച്ചിനകത്ത് ഇട്ടിട്ട് ഒരു നമ്മുടെ എന്താ പറയാ, ഒരു ചെറുവിരൽ കനത്തിനുള്ള പീസസ് ആക്കുക, ഇതാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതേപോലെ കൈ കൊണ്ട് ഉരുട്ടിയെടുത്താലും മതി.
ഓക്കെ, കൈ കൊണ്ട് ഉരുട്ടി ഒരു എന്താ പറയുക ലൈറ്റ് ഒരു ചെറുവിരൽ. ഇപ്പൊ എൻ്റെ ഈ വിരലിൻ്റെ നിങ്ങളുടെയൊക്കെ വിരലിൻ്റെ വട്ടത്തിന് കനത്തിന് ഉണ്ടാക്കുക. ഇതായിട്ട് ലൈറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് വേറൊരു ട്രേക്കകത്ത് നിങ്ങൾ ഇതേപോലെ ആക്കി വെക്കുക. ഇത് കണ്ടിട്ട് വേറെ ഒന്നാണെന്ന് വിചാരിക്കരുത്, പട്ടിക്കാട്ടാണെന്ന് വിചാരിക്കരുത്. ഇതേപോലെ ഇതായിട്ട് നീട്ടത്തിൽ ഇതാക്കി വെക്കുക, പീസസ് ആക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പത്തിന്റെ ഇതിന്റെ അകത്ത് നുറുക്കുണ്ടാക്കുമല്ലോ, നുറുക്കിന്റെ അച്ചിനകത്ത് ഇട്ടിട്ട് പിഴിഞ്ഞ് പുറത്തേക്ക് എടുത്താലും കുഴപ്പമില്ല. അതാവുമ്പോഴത്തേക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നും, ഇതേപോലെ പട്ടിക്കട്ടം പോലെ തോന്നില്ല. പിന്നെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇതാക്കിയിട്ട് ചെറിയ ഉണ്ടകളാക്കാം. ഓക്കെ, ഇങ്ങനെ ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇങ്ങനെ വേണ്ട ചെറിയ പീസസ് ആക്കിയിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ബട്ടർ പേപ്പറിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, വലുത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ പണി എളുപ്പമാവാനും പെട്ടെന്ന് തീരാനും വേണ്ടിയിട്ട് അങ്ങനെ വലുതാക്കി കാണിച്ചെന്നുള്ളൂ. ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഷേപ്പൊന്നും വേണ്ട കേട്ടോ, ഷേപ്പൊന്നും വേണമെന്നില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഉണ്ട പിടിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പിണ്ണാക്ക് ഇതായിട്ടില്ല, പൊടിഞ്ഞിട്ടില്ല. വേപ്പ് പിണ്ണാക്കല്ല, കടലപ്പിണ്ണാക്ക് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഒരു കറക്റ്റായിട്ട് ഉദ്ദേശിച്ച രീതിയിലേക്ക് വരുന്നില്ല. പക്ഷെ എന്നാലും ഇതിന് ഷേപ്പോ കാര്യങ്ങളൊന്നും വേണ്ട. ഇതേപോലെ ആക്കുക. എന്നിട്ട് വെള്ളം എന്താ പറയുക ഇത് ഉണക്കുക, നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കുക. ഇതേപോലെ കുഞ്ഞു പീസസ് ആക്കിയാൽ മതി, അത് അത്രയും വലുത് വേണ്ട. അത് ഞാൻ ബായിക്ക് പറഞ്ഞ് മനസ്സിലാവാത്തതുകൊണ്ട് അതേപോലെ പട്ടിക്കാട്ടം പോലെ ആക്കി വെച്ചേക്കുന്നത്. ഇതേപോലെ ചെറിയ പീസസ് ആക്കുക. ഓക്കെ, നമ്മുടെ നുറുക്കിന്റെ സൈസ്, നുറുക്കോ അല്ലെങ്കിൽ അതിന്റെ വലിപ്പമുള്ള സൈസോ ആക്കുക. ഇതേപോലെ പീസസ് ആക്കുക, എന്നിട്ട് വെക്കുക. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഒച്ചുകൾക്ക് ഇത് തീറ്റയായിട്ട് ചട്ടി ഒച്ച് കാണുന്ന ഭാഗത്തേക്ക് ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ചുകൾ സാവധാനം ഡെഡായി പോകും. നമ്മൾ പോലും ഇല്ല, അറിയാതെ തന്നെ അവർ അങ്ങോട്ട് പൊക്കോളും. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, നമ്മളത് അതേപോലെ ഞാനിപ്പോൾ കാണിച്ചത് ജസ്റ്റ് റഫായിട്ട് കാണിച്ചേക്കണം കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഇടിപിടിയിൽ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. എൻ്റെ ഇത് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഒത്തിരി സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനൊരു അത് ചെയ്തത്. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു 1 കിലോ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 100 രൂപ താഴെ, 100 രൂപ പൊടിയും എല്ലാം അടക്കം 100 രൂപ താഴെ നിങ്ങൾക്ക് വില വരുള്ളൂ 1 കിലോ ഉണ്ടാക്കാനായിട്ട്. മറ്റേത് 120 രൂപ തൊട്ട് 130 രൂപ വരെ 100 ഗ്രാമിന് കൊടുക്കണം. കെമിക്കലായിട്ട് വരും. അത് പേറ്റന്റഡ് പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ, സ്നെയിൽ ആൻഡ് സ്ലഗ് കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈൻ ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഫെറിക് ഫോസ്ഫേറ്റിന്റെ കണ്ടന്റ് എന്താ പറഞ്ഞാൽ ഫോറിൻ കൺട്രീസിൽ കിട്ടുന്ന ഈ സായിപ്പന്മാരുടെ വീഡിയോ ഉണ്ടല്ലോ, സായിപ്പന്മാരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒച്ചിനുള്ളതും ഈ സ്ലഗ്സിനുള്ളതും സ്നെയിൽസിനുള്ളതും എല്ലാത്തിൻ്റെയും അതിൻ്റെ കണ്ടന്റ് കാണിക്കുന്നത് ഫെറിക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ട് കെമിക്കലായിരിക്കും. സോ അവിടെ മെറ്റാൽഡിഹൈഡ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ചീപ്പ് ആയതുകൊണ്ടും ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫെറിക് ഫോസ്ഫേറ്റ് മേടിക്കുക. പിണ്ണാക്കുകൾ രണ്ടും നല്ലപോലെ പൊടിക്കുകയോ അല്ലെ വെള്ളത്തിലിട്ട് വെച്ച് കുളിക്കുന്നതിന് മുന്നേ എടുക്കണം, കുളിച്ച് കഴിഞ്ഞിട്ട് എടുക്കരുത്. അങ്ങനെയോ എടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ ഒരു ട്രേക്കകത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ നുറുക്ക് പിഴിയുന്നത് പോലെ പിഴിഞ്ഞ് അതൊരു ലൈനാക്കി എടുക്കുക. എന്നിട്ട് നുറുക്കിൻ്റെ ഇത് നീട്ടത്തിൽ ഇതാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഇടാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഈ ഇതിൻ്റെ ഓരോ ചട്ടിയുടെ സൈഡിൽ, ചെടിയുടെ ചോട്ടി കൊണ്ടിടരുത്, ചട്ടിയുടെ അരികെ ചേർത്തിടുക. കാരണം ഇത് പിണ്ണാക്കാണ്. പിണ്ണാക്ക ആയതുകൊണ്ട് തന്നെ ചെടിക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിണ്ണാക്ക് നമ്മൾ വെള്ളം വീണ് കഴിയുമ്പോഴത്തേക്കും അതിന് വളമായിട്ട് മാറുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം ഞാൻ പറഞ്ഞു. ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ ഓപ്പൺ എയറിൽ ഇതായിട്ട് അധികം നാൾ കിടന്നു കഴിഞ്ഞാൽ ഫംഗസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഫംഗിസൈഡ് കൂടെ കരുതിക്കും, അതായത് ഈ സുഡോമോണാസോ അങ്ങനെ എന്തെങ്കിലും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു പരിവായി കഴിയുമ്പോഴത്തേക്കും എടുത്തങ്ങോട്ട് കളഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ മറ്റേതാവുമ്പോഴത്തേക്കും അതങ്ങനെ പെർപ്പിളായിട്ട് അങ്ങനെ കിടക്കും. അതും ഈ സ്നെയിൽ കില്ലെല്ലാം മറ്റേ നോർമൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സ്നെയിൽ കില്ലാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. അതായത് ഫംഗസ്, അതിന്റെ ചോട്ടിൽ ഫംഗസ് ഉണ്ടാവും കിടന്നു കഴിയുമ്പോൾ. അതും പിണ്ണാക്കുകൾ തന്നെയാണ്. മെറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞ കെമിക്കലും കുറച്ച് പർപ്പിൾ ഉജാലയും ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കളർ ചേർത്തിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല. ഒരു കാസ്റ്റർ ഓയിലോ കാസ്റ്റർ കേക്കോ ഏതെങ്കിലും ചീപ്പറായിട്ട് കിട്ടുന്ന കേക്ക്, അതായത് പിണ്ണാക്ക് ഈ മെറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞ കെമിക്കല് പ്ലസ് കളർ, അതാണ് സ്നെയിൽ കില്ല് എന്ന് പറഞ്ഞ സംഭവം. അത് വിഷമാണ്. പക്ഷെ നമ്മളിത് ഉണ്ടാക്കിയേക്കുന്ന ഞാൻ നിങ്ങൾ കണ്ടു, പയ്യൻ കൈകൊണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. ഞാൻ വെറുതെ കൈകൊണ്ടാണ് ഉണ്ടയാക്കി പിടിച്ചത്. അതുകൊണ്ട് തന്നെ അത് പേടിക്കാനൊന്നുമില്ല, തൊലിയോ കാര്യങ്ങളൊന്നും പോകില്ല. നല്ല ഇതായിട്ട് എനിക്കിപ്പോൾ പൊള്ളലും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്കവാറും അത് പൊടിക്കലും ഇതൊക്കെ. പയ്യൻ നമ്മുടെ ഹിന്ദിക്കാരനാണെങ്കിൽ അത് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചെയ്യുള്ളൂ.
ഓക്കെ, അപ്പൊ അങ്ങനെ ആണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ സ്നെയിൽ കിൽ ഉണ്ടാക്കാനുള്ള വിധം എല്ലാവർക്കും പറഞ്ഞത്. ഇത് മാക്സിമം ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ഇത് ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കാർഷിക കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ച് ഇതാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇത് മറ്റേ മെറ്റാൽഡിഹൈഡ് മാത്രമല്ല ഉള്ളത്, കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗിസൈഡും കൂടെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഫൈട്രാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ഇത് വരുന്നത്. കോപ്പർ ഓക്സിക്ലോറൈഡ് എനിക്ക് തോന്നുന്നു സാഫിന്റെ കോമ്പോസിഷനും സെയിം തന്നെയാണ് കോപ്പർ ഓക്സിക്ലോറൈഡ്. അപ്പൊ ഈ കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒച്ചിന്റെ ശല്യം ഉണ്ടാവില്ല. കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പക്ഷെ ഒറ്റൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഫുകളിൽ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ വെള്ള സ്പോട്ടുകൾ ഉണ്ടാവും. പിന്നെ ഈ പച്ചക്കറി ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരിക്കലും നിങ്ങൾക്ക് അത് തളിച്ചു കൊടുക്കാനായിട്ട് പറ്റുകയും ഇല്ല. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്നെയിൽ ബെയ്റ്റ് ഞാൻ ഉണ്ടാക്കി, ഞാൻ പരീക്ഷിച്ചേക്കുന്ന, ഞാൻ ചെയ്ത് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഇത്രയും ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാൻ നോക്കുക, മാക്സിമം കർഷകരിലേക്ക് എത്തിക്കാൻ നോക്കുക. ഇതും കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിണ്ണാക്ക് വ്യാപാരി അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലേബർ, നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾക്ക് പൈസ ലാഭമുണ്ട്. സ്നേഹിക്കൽ മേടിക്കേണ്ട, മണ്ണിനെ സംരക്ഷിക്കാം. പിന്നെ വളത്തിന്റെ പൈസ ലാഭമുണ്ട്. ഓക്കെ, പിണ്ണാക്ക് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളത്തിന്റെ പൈസ നിങ്ങൾക്ക് കർഷകർക്ക് ലാഭമുണ്ട്. ഓക്കെ, പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങൾ കെമിക്കൽ കടയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് അയാൾക്ക് ഒരു ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മണ്ണിനോ ഭൂമിക്കോ ഒന്നും തന്നെ ഒരു ദൂഷ്യവും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.